CPM കഴിഞ്ഞ 10 വർഷമായി കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ചു. ഇപ്പോൾ ഇനിയും അധികാരത്തിൽ ഇറങ്ങാൻ ഇനിയും 2-3 മാസങ്ങളേ ഉള്ളൂ. ഇവിടെയാണ് അഖിലേന്ത്യാ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായ ശ്രീ KC വേണുഗോപാൽ ഈ പാവപ്പെട്ട LP സ്കൂൾ ഉദ്യോഗാർത്ഥികളുമായി ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായുള്ള ശ്രമവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം ഈ മുട്ടിലിഴയുകയും ഉരുളുകയും ചെയ്യുന്ന ഈ കൊടുമയിലത്ത് സെക്രട്ടേറിയറ്റിന്റെ നടയിൽ പെരുവീതിയിൽ ഉരുണ്ട് അവരുടെ സങ്കടം അറിയിക്കുന്ന, ശയന പ്രദക്ഷിണം നടത്തുന്ന, കിടന്നുരുളുന്നതായിട്ടുള്ള പാവപ്പെട്ട 30-32 വയസ്സായ യുവതികൾ ഉൾപ്പെടെയുള്ളവരെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ഇവർക്ക് എന്ത് കാരണത്താലാണ് നിയമനം നിഷേധിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ച് ഉത്തരവാദപ്പെട്ട ആളുകൾ മറുപടി പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട പല ആളുകളും കണ്ണുനീരോടുകൂടി സങ്കടത്തോടുകൂടി ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ശ്രീമാൻ KC വേണുഗോപാലിനെ കണ്ട് സങ്കടം അറിയിച്ചിരിക്കുകയാണ്. അത്യന്തം സങ്കടകരമായ, ഖേദകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനിൽ പരീക്ഷ എഴുതി LP സ്കൂൾ ടീച്ചർമാരായി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയതായിട്ടുള്ള കുറെ ചെറുപ്പക്കാർ, ഭൂരിപക്ഷവും അതിൽ വനിതകളാണ്. 28, 30, 32 വയസ്സുള്ള വനിതകൾ ഇന്ന് 2 ദിവസമായി കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ തെരുവീഥിയിൽ ഈ തീ പൊള്ളുന്ന വെയിലത്ത് ശയന പ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എത്ര ഖേദകരമായ ഒരു കാഴ്ചയാണ്. ആരും കണ്ണുകൾ നിറയാതെ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാൻ സാധ്യമല്ല. വളരെ ശരാശരി സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ് അവർ. വർഷങ്ങളോളം കഠിനമായി അധ്വാനം ചെയ്ത് പഠിച്ച് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷകളൊക്കെ പാസ്സായി റാങ്ക് ലിസ്റ്റിൽ 1 മുതലുള്ള സ്ഥാനങ്ങൾ നേടിയിട്ട് നാളിതുവരെ അവരിൽ ഒരാൾക്ക് പോലും ഒരു ജോലി ലഭിച്ചിട്ടില്ല. നോക്കണം കേരളത്തിന്റെ ഈ ഒരു ദുരവസ്ഥ. ഇവിടെ വലിയ കോടിക്കണക്കിന് രൂപ മുടക്കി PR വർക്കിലൂടെ പറയുകയാണ് ഇവിടെ തൊഴിലില്ലായ്മ പരിഹരിച്ചു, ലക്ഷക്കണക്കിന് ജോലി ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ യുവാക്കൾക്ക് കൊടുത്തു എന്ന് വീമ്പിളക്കുന്നതായിട്ടുള്ള പിണറായി സർക്കാരിന്റെ കണ്ണിനും മൂക്കിനും താഴെയാണ് ഈ കാഴ്ച കേരളത്തിലെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പിണറായി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സമരത്തിലല്ല ഏർപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടല്ല, അവർക്ക് DA വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ല, മറിച്ച് അവർ കഠിനാധ്വാനം ചെയ്ത് പരീക്ഷ പാസ്സായി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് അവർക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള ജോലി ലഭിക്കാൻ, ജോലി നൽകാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിന് സർക്കാർ പുറത്തുവിടുന്നതായിട്ടുള്ള തൊഴിൽ ന്യായങ്ങൾ വളരെ ബാലിശവും ദുർബലവുമാണ്. അവർ പറയുന്നു സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് ഡിവിഷൻ ഫോൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് പല സ്കൂളുകളിലും അധികമാകുന്നു തസ്തികകൾ. അങ്ങനെയുള്ള തസ്തികകൾ അധികമാകുന്നവരെ സംരക്ഷിച്ചു നിർത്തേണ്ടതുള്ളത് കൊണ്ട് പുതിയ ആളുകൾക്ക് വേക്കൻസി ഉണ്ടാകുന്നില്ല എന്ന ഒരു ന്യായമാണിപ്പോൾ അധികാരവർഗം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു പരീക്ഷ PSC നടത്തി ഒരു റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടത്? നമ്മൾ സാധാരണയായി നാടൻ ഭാഷയിൽ പറയുമ്പോൾ ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചുണർത്തി നിനക്ക് അത്താഴമില്ല എന്ന് പറയുന്ന ക്രൂരമായിട്ടുള്ള ഒരു വിനോദമാണോ ഒരു സർക്കാർ ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് കാട്ടേണ്ടത്? അതിനീചമായിട്ടുള്ള ഹീനമായ ഒരു നിലപാടല്ലേ, ക്രൂരമായ ഒരു നിലപാടല്ലേ? അവരെന്ത് തെറ്റ് ചെയ്തു? സർക്കാരിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവായ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരസ്യമനുസരിച്ച് അവർ അപേക്ഷ അയച്ച് അവർ യോഗ്യത നേടി റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം നേടിയിട്ട് 1ാം റാങ്കിൽ പെട്ടിട്ട് പോലും അവർക്ക് നാളിതുവരെ ജോലി ലഭിക്കുന്നില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് പിണറായി സർക്കാർ പുറത്തു പറയണം. ഇല്ലെങ്കിൽ സമൂഹം തീർച്ചയായും പുറത്ത് പറയിക്കും. ഇതിന് സമാനമായ നിരവധി സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോളേജ് അധ്യാപകരായി തെരഞ്ഞെടുക്കപ്പെട്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനത്തെത്തിയ പല വിഷയങ്ങളിലുമുള്ള അധ്യാപകരാകാൻ യോഗ്യതയുള്ളവരെ ഇന്ന് വരെ ഒരാളെ പോലും നിയമിച്ചിട്ടില്ല. അതിന്റെ കണക്കുകളൊക്കെ ഈ അടുത്ത സമയത്തെ കേരളത്തിലെ മുഖ്യധാര
മാധ്യമങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നതാണ്. എത്രയോ കഠിനമായി അധ്വാനിച്ചതിന് ശേഷമാണ് ഒരു പരീക്ഷ പാസ്സാകുന്നത്. അതിനേക്കാൾ കടുത്ത പരീക്ഷണങ്ങളിലൂടെയാണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകൾ പാസ്സാക്കുന്നത്, അതിന്റെ കൂടിക്കാഴ്ചയിൽ വിജയിക്കുന്നത്. യാതൊരു തരത്തിലും രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ശരാശരി കുടുംബങ്ങളിൽപ്പെട്ട ആളുകളാണ് ഒരു ജോലിക്ക് വേണ്ടി അവരിങ്ങനെ കാത്ത് വേഴാമ്പലിനെ പോലെ ഇരിക്കുന്നത്. അതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഇതൊക്കെ ഈ ജോലിക്ക് അർഹരായിട്ടുള്ള ആളുകൾ നിരവധി ആയിരക്കണക്കിന് കാത്തിരിക്കുമ്പോഴും സർക്കാരിന്റെ പിൻവാതിൽ നിയമനങ്ങൾ നിരവധിയായി നടന്നിരിക്കുകയാണ്. അതാരാണ് നിയമിക്കപ്പെടുന്നത്? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസിൽ നിന്നും തുണ്ട് കൊടുത്തയച്ച് പാർട്ടി സഖാക്കളെ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ട് നിരവധിയായിട്ടുള്ള തസ്തികകളിൽ യാതൊരു മാനദണ്ഡവുമില്ലാതെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഉപരിയായിട്ടാണ് സർവീസിൽ 10, 35, 40 വർഷം സേവനം അനുഷ്ഠിച്ചതിന് ശേഷം എല്ലാ ആനുകൂല്യങ്ങളും ലക്ഷങ്ങൾ നേടിയെടുത്ത് പോയതിനു ശേഷം IAS IPS ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഉൾപ്പെടെ കുറേയേറെ ആളുകളെ, പാർട്ടി സഖാക്കൾക്ക് സ്തുതി പാടുന്നവരെയും അവരുടെ കയ്യാളുകളെയും പിൻവാതിലൂടെ പുനർനിയമനം നൽകിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് അങ്ങനെ പുനർനിയമനം ലഭിച്ച പെൻഷൻ പറ്റിപ്പോയ IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ വർഷങ്ങളായി പറ്റിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 21 മന്ത്രിമാർക്കും ശരാശരി 30 പേഴ്സണൽ സ്റ്റാഫുകളുണ്ട്. യാതൊരു തരത്തിലും അടിസ്ഥാന യോഗ്യതകൾ ഒന്നും നിശ്ചയിക്കാതെ പാർട്ടി പ്രവർത്തകരാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ നികുതിദായകന്റെ 10,000 ലക്ഷക്കണക്കിന് രൂപ ശമ്പളമായും മറ്റു വേതനങ്ങളുമായി പറ്റിക്കൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ സഖാക്കൾ ഇവിടെ കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുക. 2 വർഷം കഴിയുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് നിയമിക്കപ്പെട്ട ഇവർക്കെല്ലാം മരിക്കുന്നത് വരെ പാവപ്പെട്ട നികുതിദായകന്റെ പണമെടുത്തുകൊണ്ട് പെൻഷൻ നൽകുകയാണ്. ഇത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല ഇതുപോലെയുള്ള ധൂർത്തും ഇതുപോലെയുള്ള ക്രമരഹിതമായിട്ടുള്ള നടപടികൾ. CPM കഴിഞ്ഞ 10 വർഷമായി കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ചു. ഇപ്പോൾ ഇനിയും അധികാരത്തിൽ ഇറങ്ങാൻ ഇനിയും 2-3 മാസങ്ങളേ ഉള്ളൂ. ഇവിടെയാണ് അഖിലേന്ത്യാ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായ ശ്രീ KC വേണുഗോപാൽ ഈ പാവപ്പെട്ട LP സ്കൂൾ ഉദ്യോഗാർത്ഥികളുമായി ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായുള്ള ശ്രമവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം ഈ മുട്ടിലിഴയുകയും ഉരുളുകയും ചെയ്യുന്ന ഈ കൊടുംവെയിലത്ത് സെക്രട്ടേറിയറ്റിന്റെ നടയിൽ പെരുവീതിയിൽ ഉരുണ്ട് അവരുടെ സങ്കടം അറിയിക്കുന്ന, ശയനപ്രദക്ഷിണം നടത്തുന്ന, കിടന്നുരുളുന്നതായിട്ടുള്ള പാവപ്പെട്ട 30, 32 വയസ്സായ യുവതികൾ ഉൾപ്പെടെയുള്ളവരെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ഇവർക്ക് എന്ത് കാരണത്താലാണ് നിയമനം നിഷേധിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ച് ഉത്തരവാദപ്പെട്ട ആളുകൾ മറുപടി പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട പല ആളുകളും കണ്ണുനീരോടുകൂടി സങ്കടത്തോടുകൂടി ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ശ്രീമാൻ KC വേണുഗോപാലിനെ കണ്ട് സങ്കടം അറിയിച്ചിരിക്കുക. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവരെ നിയമിക്കാതിരിക്കുന്നതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കണം. പബ്ലിക് സർവീസ് കമ്മീഷൻ ഇങ്ങനെയുള്ള ഒരു പരീക്ഷ നടത്തി എന്തിന് ഈ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നു? ആ റാങ്ക് പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളവരെ പോലും നിയമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിന് ഇതുപോലെയുള്ള പരസ്യങ്ങൾ കൊടുക്കുന്നു? അപ്പോൾ എവിടെയാണ് ഇതിന്റെ യഥാർത്ഥ തകരാറ്? ഉത്തരവാദിത്തരഹിതമായ ഒരു ഭരണകൂടമാണോ ഈ പാവപ്പെട്ട ആളുകളെ വഴിയാധാരമാക്കുന്നത് എന്നതിന് മറുപടി പറയണമെന്ന് അദ്ദേഹം ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടിരിക്കുക. അദ്ദേഹം അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഇതിന്റെ മാനദണ്ഡങ്ങളിൽ കാലോചിതമായ മാറ്റം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് സർക്കാർ തയ്യാറാകണം. വേണ്ടി വന്നാൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറച്ചു കൊണ്ടുവന്ന് ഇതിൽ കുറെ പേരെയെങ്കിലും നിയമിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇപ്പോഴും സർക്കാർ സ്കൂളുകളിൽ എണ്ണമെടുപ്പ് തലയെണ്ണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിടത്തും വ്യക്തമായ ചിത്രമില്ല. വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഭാരിച്ച 2 വകുപ്പുകളാണ് അദ്ദേഹം തലയിൽ കഴിഞ്ഞ 5 വർഷമായി ചുമന്നുകൊണ്ട് നടക്കുന്നത്: തൊഴിൽ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും. ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ എത്ര തസ്തികകൾ ആവശ്യമുണ്ട്, എവിടെയൊക്കെയാണ് അധികമുള്ളത്, അങ്ങനെയുള്ളവരെ പുനർവിന്യസിക്കേണ്ടത് എവിടെയാണ് എന്നതിനെ സംബന്ധിച്ചൊന്നും അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ വകുപ്പിനോ യാതൊരു നിശ്ചയവുമില്ല.
അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ പറഞ്ഞത് അടിയന്തരമായി വളരെ ഫലപ്രദമായ നടപടിയെടുത്ത് യഥാർത്ഥത്തിൽ തസ്തികകളുടെ എണ്ണം, ഒഴിവുള്ള തസ്തികകളുടെ എണ്ണം കണ്ടെത്തുകയും ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ പബ്ലിക് സർവീസ് കമ്മീഷൻ ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരെ നിയമിക്കുകയും ചെയ്യണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കണം എന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. അനർഹരായി തൊഴിൽ നേടിയെടുത്തതായിട്ടുള്ള പാർട്ടി ഓഫീസിലെ ചിറ്റ് അനുസരിച്ച് ജോലി വാങ്ങിയിട്ടുള്ള പാർട്ടി സഖാക്കളെ ആ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റണം, പുറത്താക്കണം. അർഹരായിട്ടുള്ള ആളുകളെ പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ പരീക്ഷ എഴുതി ജയിച്ചവരെ ഏതെല്ലാം സ്ഥാനങ്ങളിൽ നിയമിക്കാനുണ്ടോ അവിടെയെല്ലാം നിയമിക്കണം എന്ന് അദ്ദേഹം അതിശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു വാക്കുകൂടെ ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞു, ഈ സർക്കാരെ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ സർക്കാർ, തീർച്ചയായും UDF-ന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന സർക്കാർ മെയ് മാസത്തോടുകൂടി ചിത്രം വ്യക്തമാകും. തീർച്ചയായും അവരുടെ പ്രശ്നങ്ങളെ മനുഷ്യത്വത്തോടുകൂടെ പരിഗണിക്കുമെന്നും തക്കതായ ചട്ടങ്ങൾ അനുസരിച്ചുള്ള നിയമന പ്രക്രിയ ആരംഭിക്കുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകൾ പിൻവാതിലൂടെ നിയമിക്കപ്പെട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനിൽ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ വഴിയാധാരമായി തെരുവിൽ കിടന്ന് ഈ കൊടും വെയിലത്ത് ഉരുളുകയാണ് ഒരു ജോലിക്ക് വേണ്ടി. ഇതാണോ ഒരു ഭരണത്തിന്റെ കാര്യക്ഷമത? ഇതിനോടകം തന്നെ വികൃതമായിരിക്കുന്ന ശ്രീ പിണറായി സർക്കാരിന്റെ, പ്രത്യേകിച്ച് രണ്ടാം സർക്കാരിന്റെ മുഖം ഇനിയും കൂടുതൽ വികൃതമാകാതിരിക്കണമെങ്കിൽ അർഹതയുള്ള ആളുകളെ അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ നിയമിക്കുകയും സത്യസന്ധമായി ഭരണം നടത്തുന്നു എന്ന സന്ദേശം പൊതുസമൂഹത്തിന് നൽകാൻ ശ്രമിക്കുകയും ചെയ്യണം. പക്ഷേ വൈകിപ്പോയി എന്ന് വളരെ സങ്കടകരമായി ഖേദത്തോടെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ താമസിയാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നിയമനവും ഈ സർക്കാരിന് നടത്താനായി സാധ്യമല്ല. വെറും കാവൽ മന്ത്രിസഭയായി 2-3 മാസം ഇനിയും പിണറായി സർക്കാരിന് കഴിയേണ്ടതായിട്ട് വരും. അപ്പോഴും ഈ പാവപ്പെട്ടവരുടെ, ഈ ഉദ്യോഗാർത്ഥികളുടെ സ്ഥിതി അത്യന്തം ദയനീയമായിരിക്കും. വരുന്ന ഒരു പുതിയ സർക്കാരിലാണ് അവർ പ്രതീക്ഷ വയ്ക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗമാകെ തകർന്ന് തരിപ്പണമായി. സർക്കാർ മേഖലയിൽ നേരത്തെ തന്നെ തകർന്നിരിക്കുന്നത് ഇപ്പോൾ സ്വകാര്യ മേഖലയിലേക്കും നേഴ്സുമാരുടെ സമരം മൂലം തകർന്ന് തരിപ്പണമാവുകയാണ്. നിരാധാരരായിട്ടുള്ള പാവപ്പെട്ട രോഗികൾ നിലവിളിക്കുകയാണ് ചികിത്സയ്ക്ക് വേണ്ടി. സ്വകാര്യ ആശുപത്രികളുടെയും വാതിലുകൾ അടയുന്നു. നേഴ്സുമാർ അവരുടെ മിനിമം ശമ്പളത്തിന് വേണ്ടി സമരമുഖത്താണ്. എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുന്നത്? വിദ്യാഭ്യാസ രംഗവും ആരോഗ്യ രംഗവും കുട്ടിച്ചോറാക്കിയ ഈ സർക്കാരിന് അല്പമെങ്കിലും ധാർമ്മികതയും ധാർമ്മിക ബോധവും ഉണ്ടെങ്കിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ഈ അനർഹരായിരിക്കുന്ന ആളുകളെ മുഴുവൻ പുറത്താക്കണം. അങ്ങനെ ഉണ്ടാകുന്ന തസ്തികകളിൽ യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് നിയമനം കൊടുക്കണം. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതാണ് ഈ പ്രതിപക്ഷം, പ്രത്യേകിച്ച് ശ്രീമാൻ KC വേണുഗോപാലിനെ പോലെയുള്ള ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾ ഉത്തരവാദിത്തത്തോടുകൂടി ആവശ്യപ്പെടുന്നത്. അത് കണ്ണ് തുറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അടികളെക്കാൾ വലിയ ആഞ്ഞടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേൾക്കേണ്ടതായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.